കൊടൈക്കനാൽ നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മളിപ്പം ഓൾറെഡി ഒരു 2 hour ജേർണി ഓൾറെഡി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടുന്ന് പൂനെയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നൗ റിമൈനിങ് 460 കിലോമീറ്റേഴ്സ് ഉണ്ട്. കവർ ചെയ്യുന്നത് മേ ബി ഒരു 8 hours 30 minutes അത്രയെങ്കിലും എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിടയ്ക്ക് ബ്രേക്ക് എടുക്കുമായിരിക്കും. എനിവേ നമ്മളൊരു 5 മണിക്ക് മുമ്പ് എത്താൻ ശ്രമിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. അങ്ങനെ നമ്മളിപ്പം കർണാടകയിലോട്ട് കയറി. എനിക്ക് തോന്നുന്ന ഔട്ടർ മോഡ് വെച്ചായിരിക്കും പോകുന്നത്. കർണാടക വഴിയാണ് തോന്നുന്നു പോകുന്നത്. കർണാടകയിൽ ജസ്റ്റ് കയറിയിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് പെട്രോൾ അടിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അയ്യോ, നമ്മൾ പെട്രോൾ നിറയ്ക്കുന്നു. ഇവിടെ ഇപ്പോൾ റേറ്റ് 103.96 സംതിങ് ആണ്. നേരത്തെ നമ്മൾ നിറച്ചത് കർണാടക ഐ തിങ്ക് ഹൈദരാബാദില് നമുക്കൊരു 109 107. അത്രയും ഡിഫറൻസ് ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഇപ്പൊ നമ്മൾ കർണാടകയിലാണ്. നമ്മൾ കർണാടകയെ ഓടി പെട്രോൾ അടിച്ചിട്ട് പിന്നെ നമ്മള് മഹാരാഷ്ട്രയിലോട്ട് ബോർഡർ ആണ്. കർണാടക ബോർഡറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി പോവാണ്. ഇതാണ് ബാംഗ്ലൂർ ബാലി പോകുന്ന റോഡൊക്കെ ഈ വഴിയാണ് പോകുന്നത്. മുംബൈ 504, 385 പൂന, സോലാപൂർ 104. മഹാരാഷ്ട്ര പൂനായില്ല. ഇനിയുണ്ട് 4 മണിക്കൂർ. ഇറങ്ങിയിരിക്കുന്നു. പോന്നതാഴോട്ട് ഇറങ്ങി. അല്ല ഇതാ മറ്റേ വെള്ളം ഇങ്ങനെ എന്താ പറയുന്നത്, അല്ല സ്ലോപ്പാ. നമുക്ക്
ഷോർട്ട് സ്റ്റേ ഉള്ളായിരുന്നു. ചെറിയൊരു ഷോർട്ട് സ്റ്റേ ആയിരുന്നു. നമ്മളൊന്നും പോയില്ല. ഒന്നാമത്തെ കാര്യം മഴയും ഒക്കെ കാരണം നമുക്കതൊക്കെ അങ്ങ് സ്റ്റോപ്പായി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മുംബൈ. ഓൾമോസ്റ്റ് 3 hour ജേർണി ഉണ്ട് ഇവിടുന്ന്, പൂനെ ടു മുംബൈ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കവർ ചെയ്യുന്നത് ലോനാവല കവർ ചെയ്യും, ഖണ്ടാല കവർ ചെയ്യും. അങ്ങനെ ചില സ്മോൾ ബ്യൂട്ടി സീൻസ് ഒക്കെ നമുക്ക് പ്ലേസൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ സമയം 10:15. ഹോപ്പ്ഫുള്ളി ഒരു 1:30 ആകുമ്പോഴത്തേനെങ്കിലും നമ്മൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു. ശരി, നമുക്ക് കാണാം. ചർച്ചിലാണ്. പക്ഷെ ജോഷ ഗുഡ് ബോയ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോഷയോട് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷക്ക് ലിസൺ ചെയ്യുന്നുണ്ട്. പപ്പ പറയുന്ന മമ്മി പറയുന്നൊക്കെ ഗുഡ് ബോയ് ആയിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. മമ്മി ബാക്കി ഇരിക്കണമെന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ജോഷ അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ബിക്കോസ് നൗ ഹീസ് ഗ്രോൺ അപ്പ്. ജോഷ നല്ല ഗുഡ് ബോയ് ആണ്. ജോഷ പിണങ്ങിയിരിക്കും, മമ്മി ബാക്കി ഇരിക്കുന്നില്ല, ജോഷയുടെ കൂടെ മമ്മി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജോഷ ബിഗ് ബോയ് അല്ലേ? ജോഷ ബിഗ് ബോയ് ആണ്. അവൻ അണ്ടർസ്റ്റാൻഡ്. ജോഷ കണ്ടോ, ഹി ഈസ് ഗുഡ് നൗ. കണ്ടോ, ഓക്കെ, ഫിനിഷ് ആയി. വീണ്ടും വരുന്നുണ്ട്. അഗെയിൻ വൺ മോർ ടണൽ. സീ ഗസ്റ്റ് ഹൗസ് ഒക്കെ നോ സ്റ്റോപ്പിംഗ്, നോ ഓവർടേക്കിംഗ്, കീപ് ലൈൻ. അതാണ് ചോദിച്ചാൽ ഇത് ബിഗ് ടണലാ. ഇപ്പൊ സംസാരിച്ചിട്ടൊക്കെ ഒരു ഇച്ചിരി ഒരു ആശ്വാസമായിട്ടുണ്ട് മനസ്സിൽ.
मुंबई में जा ജോഷ് ഇത് കാണാ നീ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ദുബായിലെ This is our room. I think this is our washroom. Nice. Okay. And the main attraction is this. Juhu Beach. അടിപൊളിയാ. ചെറിയ നല്ല കാറ്റുണ്ടെന്ന് തോന്നുന്നു. മഴക്കോള് കയറി കൊള്ളുന്നു. അങ്ങനെ നമ്മുടെ ജുഹു ബീച്ചിലെ ഹോട്ടലിലോട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു. സൺ ആൻഡ് സാൻഡ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. ഇല്ലയോ ജോഷ വന്നപ്പോഴേ ടയർഡായി. ഹായ്, അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുന്നു. സൺ ആൻഡ് സാൻഡ് ജുഹു ബീച്ച്, നിയർ ബൈ ന്യൂ ജുഹു ബീച്ച്. നിയർ അല്ല, സീ വ്യൂ എന്ന് പറയാം. അങ്ങനെ ഒരു 4 hour ജേർണി കഴിഞ്ഞ് ഞങ്ങൾ സമയം ഇപ്പം എത്രയായി? 2:15. 1 മണിക്ക് 1:30 എത്തേണ്ടതാണ്. 1 മണിക്കൂറോട് ലേറ്റായി. അത്യാവശ്യം റഷൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. വലിയ സിഗ്നലോ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ചെറുതായിട്ട് മഴയൊക്കെ വന്നു, പക്ഷെ ചാറ്റലായിരുന്നു എല്ലായിടത്തും. ചാറ്റൽ മഴയായിരുന്നു. എനിവേ സേഫായിട്ട് നമ്മൾ അങ്ങനെ ബോംബെ എത്തിയിരിക്കുന്നു, ജുഹു ബീച്ച് ഏരിയ. അങ്ങനെ നമ്മൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് തുടരാം.